ജീവിതമേ, നീ തന്നെ നിന്റെ മേൽവിലാസം എനിക്കൊന്ന് അറിയിച്ചു തന്നാലും. ഭാര്യയാൽ വഞ്ചിക്കപ്പെടുന്ന പുരുഷന് ജീവിതം ഭാരമാണ്. ഭർത്താവിനാൽ വഞ്ചിക്കപ്പെടുന്ന പെണ്ണിനും ജീവിതം ഭാരമാണ്. ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾക്ക് ശൈഥില്യം വരുന്ന കാലമായിരിക്കുന്നു. ഒരേ കെട്ടിടത്തിന്റെ ചുമരിൽ ആളുകൾക്ക് ശ്വാസം മുട്ടുന്ന കാലമാണ്. ബന്ധങ്ങൾ തകരുന്ന കാലമാണ്. എല്ലാം പണത്തിന് വഴിമാറിക്കൊടുക്കുന്ന കാലമാണ്. മാതാവിനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ തള്ളുന്ന കാലമാണ്. അമ്മയുടെ പാതാരവിന്ദങ്ങളെ മകൻ അവഗണിക്കുന്ന കാലമാണ്. പാവപ്പെട്ട തള്ളയുടെ കോന്തലക്കെട്ടിലെ കറുത്ത പുകയുടെ അടയാളം, അതിനോട് മകന് പുച്ഛം തോന്നുന്ന കാലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒഴിവു സമയമുണ്ടെങ്കിൽ കേരളത്തിൽ പോകുമ്പോ ഒരു വൃദ്ധസദനമെങ്കിലും സന്ദർശിക്കണം. പകല് റാന്തലും കത്തിച്ചുകൊണ്ടുപോയ ഡയോജനീസിനെ പറ്റി ഗ്രീക്ക് കഥയിൽ ഒരു പരാമർശമുണ്ട്. പട്ടാപ്പകൽ റാന്തല് കത്തിച്ചിട്ട് ഡയോജനീസ് പോകുമ്പോ ആളുകൾ ചോദിച്ചു, നട്ടുച്ചക്ക് ഇത്ര വലിയ ഭ്രാന്തോ? പട്ടാപ്പകല് വിളക്കും കത്തിച്ച് നടക്കുകയോ? മഹാനായ ഡയോജനീസ് പറഞ്ഞു, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. പട്ടാപ്പകൽ നട്ടുച്ചക്ക് ഞാൻ റാന്തലും കത്തിച്ച് മാനവനെ തിരയുകയാണ്. ഒരു മനുഷ്യനെ കാണാനുള്ള മോഹത്താൽ ഞാൻ പട്ടാപ്പകൽ വിളക്കിന്റെ തിരി കൊളുത്തുകയാണെന്ന് പറഞ്ഞ ഡയോജനീസിനെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഇന്നൊരുപാട് കോലങ്ങളും രൂപങ്ങളുമുണ്ട്. മനുഷ്യനെ കണ്ടെത്താൻ തിരയേണ്ട കാലമാണ്. ढूंढने निकला थे तुझको, ഞാൻ നിന്നെ തേടി ഇറങ്ങി തിരിച്ചതായിരുന്നു. ഔർ ഖുദ്കോ ഖോ ദിയാ, അവസാനം നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. തുഹി അബ് മേരാ പതാ ദേ ജിന്ദഗി ഏ ജിന്ദഗി. ഏ ഉസാമ, അല്ലാഹു ഒരിക്കലും ഇഹലോകത്തെയും പരലോകത്തെയും പ്രയാസങ്ങളെ ഒരുമിച്ച് ചേർക്കുകയില്ല. ദുനിയാവിൽ പ്രയാസപ്പെടുന്നവന് ആഖിറത്തിൽ സുഖമാണ്. ദുനിയാവിൽ സുഖിക്കുന്നവന് ആഖിറത്തിൽ പ്രയാസമായിരിക്കുന്നതാണ് പുണ്യ റസൂൽ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല വല്ല നഗരങ്ങളിലൊക്കെ ജീവിക്കുമ്പോ ഇത് ഓർക്കുക. കണ്ണ് മഞ്ഞളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. വലിയ വലിയ പട്ടണങ്ങൾ, അവിടുത്തെ വർണ്ണപ്പൊലിമ, കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പെട്ടെന്നൊരു നഗരജീവിതത്തിലേക്കുള്ള എടുത്തുചാട്ടം, കേരളത്തിലെ ഒരു നിഷ്കളങ്കമായ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ നാഗരികതയുടെ മധ്യത്തിലേക്കുള്ള എടുത്തുചാട്ടം, ഒരു വില്ലേജ് ലൈഫിൽ നിന്ന് ഒരു സിവിക് ലൈഫിലേക്കുള്ള ഒരു സ്വിഫ്റ്റ് ഷിഫ്റ്റ്, വേഗത്തിലുള്ള ഒരു മാറ്റം. ആ മാറ്റത്തിന്റെ മധ്യത്തിൽ ഓർക്കണം, അടിസ്ഥാനപരമായ സംസ്കാരത്തിന്റെ ചോദനകളെ ഓർക്കണം. മാതാവിനെയും പിതാവിനെയും ഒക്കെ പകരം വെക്കാൻ കമ്പ്യൂട്ടറിന് കഴിയില്ല എന്ന് ഓർക്കണം. മൊബൈൽ ഫോണിന് പിതാവിന് പകരമല്ല എന്ന് ഓർക്കണം.